أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1253 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തുൻ നൂറിലെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യർമൂന അസ്വാജഹും വലം യകുൻ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും ഫശഹാദതു അഹദിഹിം 4 ശഹാദാത്തിൻ ബില്ലാഹി إنه لمن الصادقين والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. صدق الله العلي العظيم. സൂറത്തുൻ നൂറിലെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് ആഴത്തിലും വ്യാപ്തിയിലും ഒക്കെ വിശദീകരണങ്ങൾ കണ്ടെത്തേണ്ടതുള്ള, മനസ്സിലാക്കേണ്ടതുള്ള ഒരു പഠന ഭാഗമാണ് ഈ 5 ആയത്തുകളിലായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഞാൻ അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് പകരം പ്രാഥമികമായി ഈ ആയത്തുകളുടെ ആശയം, അതിൻ്റെ പ്രാഥമികമായ അർത്ഥം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. ബാക്കി വിശദാംശങ്ങൾ 1-2 ദിവസങ്ങൾ എടുത്തുകൊണ്ടേ നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ തുടക്കം എന്നുള്ള നിലക്ക് ഈ ആയാത്തുകളുടെ ആശയം നിങ്ങളെ കേൾപ്പിക്കാം. സൂറത്തുൻ നൂറില് ആദ്യത്തെ 5 ആയത്തുകൾ നമ്മൾ ഇതിനകം പഠന വിധേയമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. അതില് വ്യഭിചാരിണിയും വ്യഭിചാരിയും 2 പേരെയും 100 വീതം അടിക്കാൻ നിർദ്ദേശിക്കുന്ന കാര്യം നമ്മൾ കാണുകയുണ്ടായി. അതിനെ തുടർന്ന് അവരുടെ കാര്യത്തിൽ സ്വീകരിക്കപ്പെടേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ് എന്നതും വ്യക്തമാക്കപ്പെടുകയുണ്ടായി. അതുപോലെ ചരിത്രവതികളായ സ്ത്രീകളെ വ്യഭിചാരാരോപണം നടത്തി അവരെ ഇകഴ്ത്തി കെട്ടുന്ന, എന്നിട്ട് അവർക്കെതിരിൽ 4 സാക്ഷികളെ കൊണ്ടുവരാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് 80 അടി
ശിക്ഷയായിട്ട് നൽകേണ്ടതാണ്. പിന്നീട് ഒരിക്കലും അവരിൽ നിന്ന് സാക്ഷ്യം സ്വീകരിച്ചുകൂടാ. അവര് അധർമ്മികളായിരിക്കും പിന്നീട് എന്നൊക്കെ പറയുന്ന കാര്യം നമ്മൾ വ്യക്തമായിട്ട് അതിന്റെ ഒരുപാട് വിശദാംശങ്ങളോടുകൂടി മനസ്സിലാക്കുകയുണ്ടായി. ഈ പിന്നിട്ട 5 ആയത്തുകളിലായിട്ട് വ്യഭിചാരത്തിനുള്ള ശിക്ഷയാണ്, അതുപോലെ വ്യഭിചാര ആരോപണം നടത്തുന്നതിനുള്ള, എന്നിട്ട് സാക്ഷികളെ ഹാജരാക്കാതിരുന്നാൽ അവർക്ക് നൽകപ്പെടേണ്ട ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മദീനയിലെ ഈ ആയത്തുകൾ അവതരിക്കുന്ന ഘട്ടത്തിലെ ആ സാഹചര്യത്തില് വലിയ കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ദൈവിക വിധി തീർപ്പുകൾ അല്ലെങ്കിൽ കൽപ്പനകളൊക്കെയാണ് ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഈ ആയത്തുകളുടെ അവതരണത്തെ തുടർന്ന് ചില അസ്വസ്ഥതകളൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യക്തികള് ഒരുപാട് അമർഷം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് മറ്റുള്ളവരുടെ അബദ്ധസഞ്ചാരം അല്ലെങ്കിൽ വഴിവിട്ട പോക്ക്, അധാർമികത, വ്യഭിചാരവൃത്തി പോലെയുള്ളത് നമുക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാം. അതിന് സാക്ഷികളെ ഹാജരാക്കാൻ കഴിയാത്തിടത്തോളം കാലം അത് നമുക്ക് പറയാനോ അതിനെതിരിൽ നടപടിയെടുക്കാനോ ഒന്നും കഴിയില്ലല്ലോ. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവഗണിക്കാനും കണ്ടില്ല എന്ന് വെക്കാനും ഒക്കെ സാധിക്കും. പരമാവധി അതാണ് സാധിക്കുക. പക്ഷെ സ്വന്തം ജീവിതത്തിൽ ജീവിത പങ്കാളി വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെടുന്നത് കാണാനിടയായ ആള് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ മറ്റാരോടെങ്കിലുമോ പറയേണ്ടി വരുമ്പോ അത് വ്യഭിചാരാരോപണമാവുകയും അതിന്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുക എന്നൊരു അനന്തരഫലം ഈ ദൈവിക വിധിയിൽ അടങ്ങിയിട്ടുണ്ട്. ആളുകളിൽ അത് വലിയ ആശങ്ക ഉണ്ടാക്കുകയാണ്. ഒന്ന്, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കരുതി കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ അതാർക്കും സാധ്യമല്ല. അത് പറയുകയാണെങ്കിൽ, അതേക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും. ഇനി വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടുന്ന സ്വന്തം ഇണ അയാളോട് ആരുമായിട്ടാണോ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടുന്നത് അവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ച് അവരെ കൊന്നുകളയുക എന്നതൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ വ്യക്തികൾ നേരിടേണ്ടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഇതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി, അപ്പോ സ്വന്തം ഭാര്യയുടെ ദുർനടപ്പിന്റെ കാര്യത്തില് എന്ത് ചെയ്യും എന്നതാണ് ആ ചോദ്യം. അന്യ സ്ത്രീ പുരുഷന്മാരുടേത് അവരുടെ ദുർനടപ്പ് നമുക്ക് കണ്ടില്ല എന്ന് വെക്കാം, കേട്ടില്ല എന്ന് വെക്കാം, സഹിക്കാം. പക്ഷെ സാക്ഷിയില്ലെങ്കിൽ അക്കാര്യത്തില് നാവടക്കി ഇരിക്കുകയും ചെയ്യാം, ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കുകയും ചെയ്യാം. എന്നാൽ സ്വന്തം ഭാര്യയുടെ കാര്യത്തില് ഇങ്ങനെയുള്ള ദുർനടപ്പ് കാണാനിടയാവുകയും എന്നിട്ട് അതില് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവരിരുവരെയും ഇത് കാണാനിടയായ ഭർത്താവ് അവർക്കെതിരിൽ പ്രതികാര നടപടി എടുക്കുകയാണെങ്കിൽ, അവരിരുവരെയും കൊന്നുകളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പേരിൽ പ്രതിക്രിയ നേരിടേണ്ടി വരും അങ്ങനെ ചെയ്യുന്ന ഭർത്താവ്. പിന്നെ സാക്ഷികളെ സംഘടിപ്പിക്കുക എന്നത് എളുപ്പമല്ല. സ്വന്തം ഭാര്യ
മറ്റൊരാളുമായി വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടുന്നത് കാണാൻ കഴിഞ്ഞ ഭർത്താവിന് സാക്ഷികളെ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സാക്ഷികളെ ഹാജരാക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ അർത്ഥം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നല്ലല്ലോ. അപ്പൊ അങ്ങനെ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ട ഭാര്യയെ കൂടെ കൊണ്ടു നടക്കേണ്ടി വരിക, അവൾ ഗർഭിണിയാവുന്നുവെങ്കിൽ അവള് പ്രസവിക്കുന്ന കുഞ്ഞിനെ, മറ്റൊരാളുടെ കുഞ്ഞിനെ സ്വന്തം ചുമലില് ഏറ്റുവാങ്ങേണ്ടി വരിക എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റം പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം അതിന്റെ ഫലമായിട്ട് ഉണ്ടാകും എന്നതാണ്. ഇതെങ്ങനെ ക്ഷമിക്കാൻ കഴിയും എന്നതാണ് ചിലരെ അലട്ടിയ വലിയ അസ്വസ്ഥത സൃഷ്ടിച്ച ചോദ്യം. അപ്പോ ഭാര്യയെ ഉപേക്ഷിച്ചു എന്ന് വെക്കുക, അവളങ്ങ് ഒഴിവാക്കി എന്നാൽ അതോടെ പ്രശ്നം തീർന്നു എന്ന് കരുതുകയാണെങ്കിൽ, പക്ഷെ ഈ തന്റെ ഭാര്യയെ വഴിപിഴപ്പിച്ച ആൾക്കോ അവൾക്ക് തന്നെയുമോ ഒരു ശിക്ഷയും അവർക്കെതിരിൽ ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഒരുപാട് അനന്തര ഫലങ്ങൾ ഇയാൾ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും. അപ്പോ ഇതാണ് വസ്തുത എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാങ്കല്പികമായ ചോദ്യം ഉന്നയിച്ച് രംഗത്ത് വരികയാണ് അൻസാറുകളിൽപ്പെട്ട സഅദ് ബിനു ഉബാദ എന്ന വ്യക്തി. സഅദ് ബിനു ഉബാദ റളിയല്ലാഹു അൻഹു ആണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അദ്ദേഹം സംസാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് അതേക്കുറിച്ച് സംസാരിച്ചിട്ട് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയിട്ടാണ് സംസാരിച്ചത്. ഞാനാണ് ഇങ്ങനെ ഒരു ദൗർഭാഗ്യം നേരിടേണ്ടി വരുന്നത് എങ്കിൽ, ഇങ്ങനെ സ്വന്തം പത്നി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് ഞാനാണ് കാണാൻ ഇടയാകുന്നത് എങ്കിൽ, ദൗർഭാഗ്യവശാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സാക്ഷികളെ ഒന്നും സംഘടിപ്പിക്കാൻ അന്വേഷിച്ച് നടക്കുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല. അന്നേരം തന്നെ ഞാൻ വാളൂരി രണ്ടുപേരുടെയും കഥ കഴിച്ചു കളയും എന്നാണ് സഅദ് ബിൻ ഉബാദ ആ ഘട്ടത്തില് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചോദ്യം ഉന്നയിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം തുടങ്ങിയത് എങ്കിലും സ്വന്തം നിലക്ക് ഒരു വിധി പ്രസ്താവിക്കുന്ന ഒരു നിലപാടിലേക്ക് വരെ അദ്ദേഹം പോയി കളഞ്ഞു. അപ്പോ ഇതുപോലെയുള്ള സംഭവങ്ങള് ആ ഘട്ടത്തില് ആവർത്തിച്ച് ചില സംഭവങ്ങൾ ഉണ്ടായതായിട്ടാണ് ചരിത്രം വെളിപ്പെടുത്തുന്നത്. അപ്പോ ഭർത്താക്കന്മാര് സ്വന്തം ഭാര്യമാരുടെ വഴിവിട്ട സാൻമാർഗികമായ രീതികൾ കാണാനിടയാകുകയും എന്നിട്ട് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ ബന്ധപ്പെട്ടവരോടോ ആക്ഷേപം ഉന്നയിക്കാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രതിസന്ധിയാണ് അന്ന് മദീനയിൽ രൂപപ്പെട്ടു വന്നത്. അപ്പോ അത് സംബന്ധമായിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തില് അള്ളാഹുവിന്റെ ഒരു തീർപ്പുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ ആ ഒരു സാഹചര്യത്തില് ആ ആളുകൾ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം എന്നുള്ള നിലക്കും ആണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന 6 മുതൽ 10 വരെയുള്ള ആയത്തുകൾ അവതരിച്ചിട്ടുള്ളത് എന്നതാണ് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഈ ആയത്തുകളിലേക്ക് വരാം. വല്ലദീന യർമൂന അസ്വാജഹും, തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ. ഇവിടെ കേവലമായ എന്തെങ്കിലും ആരോപണമല്ല, വ്യഭിചാര ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ. വലം യകുൻ ലഹും ശുഹദാഉ, അവർക്ക് അതിന് പിൻബലമായിട്ട് സാക്ഷികളെ ഹാജരാക്കാനുമില്ല. സാക്ഷികളെ ഹാജരാക്കാനില്ലാത്ത വിധത്തില് സ്വന്തം പത്നിമാരുടെ കാര്യത്തില് വ്യഭിചാര ആരോപണം നടത്തുന്ന ആളുകൾ. ഇല്ല അംഫുസുഹും, അവർക്ക് സാക്ഷികളായിട്ട് അവർ തന്നെ ഉള്ളൂ, വേറെ ആരെങ്കിലും കണ്ടു എന്ന് സാക്ഷ്യം വഹിക്കാനൊന്നുമില്ല. അപ്പൊ ഷഹാദത്തു അഹദിഹിം, അവരുടെ കാര്യത്തില് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നാണ് വിധി. അതായത് സ്വന്തം ഭാര്യമാര് വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടതായിട്ട്
സാക്ഷികളുടെ പിൻബലമില്ലാതെ തന്നെ തങ്ങൾ തന്നെ സാക്ഷ്യം ആയിട്ടുള്ളൂ, ഒരാൾ തന്നെ ഉള്ളൂ, ഭർത്താവ് നേരിട്ട് കണ്ടു എന്നതാണ് അവസ്ഥ, അതല്ലാത്ത സാക്ഷികളൊന്നുമില്ല. അങ്ങനെ വ്യഭിചാരാരോപണം നടത്തേണ്ടി വരുന്ന അല്ലെങ്കിൽ നടത്തുന്നവർ, അവരുടെ കാര്യത്തില് ഷഹാദത്തു അഹദിയും അർബഉ ഷഹാദാത്തിൻ ബില്ലാ, അവർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അവരില് ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ ഇതാണായാലും പെണ്ണായാലും ഈ ആരോപണം ഉന്നയിക്കുന്നത് ഒന്നുകിൽ ഭാര്യയാവാം അല്ലെങ്കിൽ ഭർത്താവാകാം. ഈ ആയത്തിന്റെ തുടക്കത്തില് വല്ലദീന യർമൂന അസ്വാജഹും എന്ന് പറഞ്ഞതില് അത് പുരുഷൻ സ്ത്രീക്കെതിരിൽ ആക്ഷേപം ഉന്നയിക്കുന്ന രീതിയിലാണ് അതിന്റെ തുടക്കം. പക്ഷെ ഇത് മറിച്ചും ആവാം, പുരുഷനെ കുറിച്ച് ഭർത്താവിനെ കുറിച്ച് ഭാര്യ ആക്ഷേപം ഉന്നയിക്കുന്നതും ആകാം. ആ നിലക്കാണ് അതിന്റെ ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് ഷഹാദത്തു അഹദിഹിം അർബഉ ഷഹാദാത്തിൻ ബില്ലാ, അള്ളാഹുവിന്റെ നാമത്തില് അവര് 4 പ്രതിജ്ഞ അല്ലെങ്കിൽ 4 ശപഥം ചെയ്യലാണ് അവരുടെ കാര്യത്തിൽ ആവശ്യമായിരിക്കുന്നത്. ഇന്നഹു ലമിന സ്വാദിഖീൻ, താൻ സത്യവാനാണ്, താൻ പറയുന്നത് കള്ളമല്ല, സത്യമാണ് എന്ന് അള്ളാഹുവിന്റെ നാമത്തില് 4 തവണ ശപഥം ചെയ്യണം. ഭാര്യമാരുടെ പേരിൽ വ്യഭിചാരാരോപണം നടത്തുന്ന ആള്, അയാൾക്ക് സാക്ഷിയായിട്ട് അയാളല്ലാതെ വേറെ ആരും ഇല്ല എന്ന അവസ്ഥയിൽ 4 തവണ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് അദ്ദേഹം ശപഥം ചെയ്യണം. വൽ ഖാമിസത്തു, എന്നിട്ട് 5-മത് അന്ന ലഅനത്തുല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ, താൻ കളവ് പറയുന്നവരിൽ പെട്ടവനാണ് എങ്കിൽ അള്ളാഹുവിന്റെ ശാപം തന്റെ മേലുണ്ടാകട്ടെ എന്ന വിധത്തിലാണ് 5-മത്തെ ശപഥം അവൻ ചെയ്യേണ്ടത്. 5 ശപഥങ്ങളാണ് ആകെ. 4 താൻ സത്യമാണ് പറയുന്നത് എന്നത് അള്ളാഹുവിന്റെ പേരിൽ ശപഥം ചെയ്ത് പറയാം. താൻ സത്യവാനാണ്, താൻ പറയുന്ന കാര്യം, താൻ തന്റെ പത്നിക്കെതിരിൽ ഉന്നയിക്കുന്ന ഈ ആക്ഷേപം സത്യമാണ്, സത്യം പറയുന്നവനാണ് താൻ എന്ന കാര്യം 4 തവണ ശപഥമായിട്ട് പ്രഖ്യാപിക്കണം. എന്നിട്ട് 5-മത് അയാൾ പറയേണ്ടത് താൻ കളവാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ ശാപം തന്റെ മേലുണ്ടാവട്ടെ എന്നാണ്. അതാണ് 5-മത്തെ ശപഥം. 4 ശപഥം താൻ സത്യവാനാണ്, താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സത്യമാണ്, താൻ ഉന്നയിക്കുന്ന ആക്ഷേപം സത്യമാണ് എന്നതാണ്. 5-മത്തേത് താൻ കള്ളം പറയുന്നവനാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം തന്റെ മേലുണ്ടാവട്ടെ എന്നാണ് ഈ ശപഥം ചെയ്ത് പറയുന്ന ഭർത്താവ് പറയേണ്ടത്. അതാണ് ഈ വിഷയത്തില് അള്ളാഹു നിർദ്ദേശിക്കുന്ന കാര്യം. അങ്ങനെ ചെയ്താൽ വയദ്റഉ അൻഹൽ അദാബ, ഈ പെണ്ണിന്റെ കാര്യത്തില് ശിക്ഷ തടയപ്പെടും, അവളെ ശിക്ഷിക്കാൻ പറ്റൂല. അൻ തശ്ഹദ 4 ഷഹാദാത്തിൻ ബില്ലാ, അവൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ അവള് 4 തവണ ശപഥം ചെയ്ത് സത്യം ചെയ്ത് പറയണം. ഇന്നഹു ലമിനൽ കാദിബീൻ, അവൻ കള്ളമാണ് പറയുന്നത് അല്ലെങ്കിൽ അവൻ കള്ളം പറയുന്നവനാണ്, കള്ളം പറയുന്നവരിൽ പെട്ടവനാണ് തീർച്ചയായും അവൻ എന്ന് 4 തവണ ആവർത്തിച്ച് ശപഥം ചെയ്യണം. എന്നിട്ട് വൽ ഖാമിസത്ത, 5-മത്തത് അന്ന ഗളബല്ലാഹി അലൈഹ, അള്ളാഹുവിന്റെ ക്രോധം അവളുടെ മേൽ ഉണ്ടാവട്ടെ, തീർച്ചയായിട്ടും അവളുടെ മേൽ അള്ളാഹുവിന്റെ ക്രോധം ഉണ്ടാകും എന്ന വിധത്തിലാണ് ഇൻ കാന മിനസ് സാദിഖീൻ, അയാൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യം സത്യമാണ് എങ്കിൽ, തനിക്കെതിരെ ഭർത്താവ് ഉന്നയിച്ചിരിക്കുന്ന വ്യഭിചാര ആരോപണം സത്യമാണ് എങ്കിൽ തന്റെ മേൽ ദൈവിക കോപം ഉണ്ടാവട്ടെ എന്നാണ് 5-മതായിട്ട് അവള് സത്യം ചെയ്ത് പറയേണ്ടത്. അങ്ങനെ അവള് പറയുകയാണെങ്കിൽ പിന്നെ അവളുടെ മേൽ ശിക്ഷാ നടപടികളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല.
അപ്പൊ കാര്യങ്ങൾ വ്യക്തമായല്ലോ. വ്യഭിചാര ആരോപണം സ്വന്തം ഭാര്യമാരുടെ കാര്യത്തില് നടത്തുന്ന പുരുഷന്മാര്, അവർക്ക് അക്കാര്യത്തിന് പിൻബലമായിട്ട് സ്വന്തം സാക്ഷ്യമല്ലാതെ വേറെ സാക്ഷികളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുടെ മുന്നിൽ വന്ന് ഇയാള് 4 തവണ സത്യം ചെയ്ത് പറയണം, താൻ പറയുന്ന കാര്യം സത്യമാണ്, താൻ സത്യവാന്മാരിൽ പെട്ടവനാണ് എന്ന്. എന്നിട്ടോ താൻ പറയുന്ന കാര്യം അസത്യമാണ് എങ്കിൽ, താൻ കള്ളമാണ് പറഞ്ഞത് എങ്കിൽ തന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് ശപഥം ചെയ്തുകൊണ്ട് പറയണം. ഇതാണ് പുരുഷൻ ചെയ്യേണ്ടത്. അപ്പോ സ്വാഭാവികമായിട്ടും സ്ത്രീ, അയാളുടെ ഭാര്യ വ്യഭിചാരിണിയായി പരിഗണിക്കപ്പെടുകയാണല്ലോ ഉണ്ടാവുക. അയാൾ 4 തവണ സത്യം ചെയ്തു പറഞ്ഞു, 5ാമത് താൻ പറഞ്ഞത് കളവാണെങ്കിൽ തന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് കൂടി ശപഥം ചെയ്തു പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അവള് കുറ്റക്കാരിയായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. പക്ഷെ ആ അവസ്ഥ വന്നു ചേരുകയില്ല. അവള് ഇതിനോട് പ്രതികരണമായിട്ട് 4 തവണ ശപഥം ചെയ്തു പറയുകയാണ്, അവൻ കള്ളനാണ്, അവൻ പറഞ്ഞിരിക്കുന്നത് കള്ളമാണ് എന്ന് സത്യം ചെയ്ത് 4 തവണ പറയാം. എന്നിട്ട് 5ാമത്തെ തവണ അവള് ശപഥം ചെയ്ത് പറയുന്നത്, ഇനി അയാള് സത്യവാനാണ് എങ്കിൽ, തന്റെ ഭർത്താവ്, ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന തന്റെ ഭർത്താവ് സത്യവാനാണ് എങ്കിൽ അള്ളാഹുവിന്റെ കോപം തന്റെ മേലുണ്ടാവട്ടെ എന്നാണ് അവള് ശപഥം ചെയ്തു പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവള് ശിക്ഷയിൽ നിന്ന് തടയപ്പെടും. അവൾക്കെതിരില് ഭരണ സംവിധാനം ശിക്ഷാ നടപടികളൊന്നും സ്വീകരിക്കുകയില്ല. ഇതാണ് അത് സംബന്ധമായിട്ടുള്ള അള്ളാഹുവിന്റെ വിധി. വളരെ അങ്ങേയറ്റത്തെ യുക്തിഭദ്രമായ ഒരു ദൈവിക വിധിയാണ് ഇത് എന്ന് അതിന്റെ വിശദാംശങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. കുടുംബത്തിന്റെ അടിത്തറ ഇളക്കി കളയുന്ന ഒരു വിഷയമാണിത്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനെ സംശയം ഉടലെടുക്കാൻ കാരണമാകുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് പിന്നെ നേരിട്ട് കണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ബന്ധം നിലനിർത്തി പോവുക എന്നത് വളരെ അചിന്ത്യമായ ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ബന്ധം നിലനിൽക്കുന്ന കാലത്തോളം ആ പ്രശ്നം അതൊരു വ്രണമായി ഏത് നിമിഷവും എന്ത് വിധത്തിലുള്ള അക്രമത്തിലേക്കും അവരെ ചെന്നെത്തിക്കാൻ ഇടയുള്ള ഒരു പ്രശ്നമായിട്ട് അവരുടെ മുന്നിൽ അത് നിലനിൽക്കും. അതേസമയത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ ഭാര്യാഭർത്താക്കന്മാര് തമ്മിലുള്ള ബന്ധത്തില് അടിസ്ഥാനരഹിതമായ ചില സംശയങ്ങളൊക്കെ ആയിട്ടുണ്ടായി വരാനും സാധ്യതയുണ്ട്. സത്യത്തിൽ തന്നെ ഇങ്ങനെയുള്ള അസാൻമാർഗികത കാരണമായിട്ട് പ്രശ്നം ഉടലെടുക്കാം. ഇനി അങ്ങനെ അസാൻമാർഗികതയുടെ കാരണത്താൽ അല്ലാതെ തന്നെയുള്ള ചില അസ്വസ്ഥതകളായി വന്ന് ഇങ്ങനത്തെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെയും അതും ഉണ്ടായി വരാം. വലിയ അനന്തരഫലം ഉണ്ടാക്കുന്ന, വലിയ സങ്കീർണതകൾ ഉണ്ടാക്കുന്ന, കുടുംബം തകർത്ത് കളയുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളാണത്. ഈ പ്രശ്നത്തെ വളരെ രമ്യമായ, വളരെ യുക്തിഭദ്രമായ രീതിയിൽ അള്ളാഹു അവസാനിപ്പിക്കുകയാണ്. സമൂഹത്തെ ധാർമ്മികതയുടെയും സദാചാരപരതയുടെയും അടിത്തറയില് പുനരാവിഷ്കരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ ഒരു ഭാഗത്ത് നൽകുന്നതോടൊപ്പം തന്നെ ഇത്തരം പ്രവണതകളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ സമീപനമാണ് അള്ളാഹുവിടെ സ്വീകരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഭാര്യമാരുടെ ചാരിത്രശുദ്ധി വിശ്വാസം നഷ്ടപ്പെട്ട ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതിന് ഉപോത്ബലകമായ കാഴ്ചകൾ കാണേണ്ടി വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ സാധ്യമല്ല. എന്നാൽ അതിന്റെ പേരില് ആ പെണ്ണിന്റെ മേൽ ശിക്ഷ നടപ്പിലാക്കാൻ മതിയായ തെളിവുകളോ കാര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും എന്നത് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. അപ്പൊ അതിന്
അള്ളാഹു നിർദ്ദേശിക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ. അങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്ന വേറെ സാക്ഷിയെ കൊണ്ടുവരാനില്ലാത്ത ഭർത്താവ് 4 തവണ താൻ പറയുന്ന കാര്യം സത്യമാണ് എന്ന് ശപഥം ചെയ്ത് പറഞ്ഞിട്ട് 5-മതായിട്ട് അയാൾ പറയേണ്ടത്, ഇനി അയാൾ പറയുന്ന കാര്യം കള്ളമാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം തന്റെ മേലുണ്ടാവട്ടെ എന്ന വിധത്തിലുള്ള ശപഥമാണ്. ഇങ്ങനെ ആയാൽ ആ സ്ത്രീ ആക്ഷേപ വിധേയയായി കുറ്റക്കാരിയായിട്ട് പ്രത്യക്ഷത്തിൽ വരുമല്ലോ. പക്ഷെ അവളുടെ പേരിൽ യാതൊരു നടപടിയും സ്വീകരിക്കപ്പെടുന്നതല്ല. എല്ലാ ശിക്ഷാ നടപടിയിൽ നിന്നും അവള് തടയപ്പെടുന്നതാണ്. അവൾ ഇങ്ങനെ ശപഥം ചെയ്യാൻ സന്നദ്ധയാണെങ്കിൽ, അതായത് അയാള് കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് എന്നത് 4 തവണ സാക്ഷ്യം ചെയ്യണം. എന്നിട്ട് 5-മത് അവള് പറയേണ്ടത് അയാള് പറഞ്ഞത് സത്യമാണെങ്കിൽ തന്റെ മേൽ അള്ളാഹുവിന്റെ കോപം വന്ന് പതിക്കട്ടെ എന്ന് അവള് പറയാൻ കൂട്ടാക്കണം. അങ്ങനെ അവള് പറയുകയാണെങ്കിൽ പിന്നെ അവളുടെ പേരിൽ ശിക്ഷാ നടപടിയൊന്നും സ്വീകരിക്കപ്പെടുന്നതല്ല. ശിക്ഷയിൽ നിന്ന് അവള് തടയപ്പെടും. ഇതാണ് അള്ളാഹു നൽകിയിരിക്കുന്ന വിധി. ഇതിനെ തുടർന്ന് ഇവരെ ബന്ധം വേർപ്പെടുത്തുക എന്നതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപടികളിലൂടെ സ്ഥാപിച്ചിട്ടുള്ള കാര്യം അതാണ്. ഖുർആൻ അതങ്ങനെ വ്യക്തമായിട്ട് പറയുന്നില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ശപഥങ്ങൾ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ബന്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക എന്നതാണ് തുടർന്നുള്ള നടപടി. അതിന്റെ വിശദാംശങ്ങൾ പലതും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ അത് ചെയ്യാം. നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിലെ അവസാനത്തെ ഭാഗം, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഉദാരതയും കാരുണ്യവും നിങ്ങളുടെ മേലുണ്ടായിരുന്നില്ലെങ്കിൽ, വഅന്നല്ലാഹ തവ്വാബുൻ ഹകീം, അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും യുക്തിജ്ഞനും ആയിരുന്നില്ലെങ്കിൽ, ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ ഈ സങ്കീർണത അങ്ങേയറ്റത്തെ രൂക്ഷതയുള്ളതായും മാറുമായിരുന്നു എന്നാണ് പരോക്ഷമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ വാചകം ഇവിടെ പറയുന്നില്ല. ഇത് ഒരു അർദ്ധവിരാമം നടത്തി അവസാനിപ്പിക്കുന്ന ഒരു വാചകമാണ്. അള്ളാഹുവിന്റെ കാരുണ്യവും റഹ്മത്തും ഫദ്ലും നിങ്ങളുടെ മേലുണ്ടായിരുന്നില്ലെങ്കിൽ, അള്ളാഹു തവ്വാബും ഹക്കീമുമായിരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞു വെക്കുക. ബാക്കി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള നിലക്കാണ്. അള്ളാഹുവിന്റെ ഫദ്ല്, ഔദാര്യം നമ്മുടെ മേലുണ്ടായതുകൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ മേലുണ്ടായതുകൊണ്ടും അവൻ തവ്വാബും ഹക്കീമുമായതുകൊണ്ടുമാണ് ഇങ്ങനെയുള്ള ഒരു വിധി തീർപ്പ് തന്നുകൊണ്ട് നിങ്ങളുടെ പത്നിമാരുമായി നിങ്ങൾ നേരിടുന്ന പ്രശ്നം അവൻ അവസാനിപ്പിച്ചു തന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ അള്ളാഹു പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ ആ വാചകം പൂർണ്ണമല്ല, ഇൻകംപ്ലീറ്റ് ആയ ഒരു ആശയമാണ് ഈ ആയത്തിൽ നൽകപ്പെടുന്നത്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തും നിങ്ങളുടെ മേലുണ്ടായിരുന്നില്ലെങ്കിൽ, വഅന്നല്ലാഹ തവ്വാബുൻ ഹകീം, അള്ളാഹു ഏറെ തൗബ സ്വീകരിക്കുന്നവനും ഹിക്മത്തുടയവനും ആയിരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞു വെക്കുക. ബാക്കി നമ്മൾ ചേർത്ത് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ, അങ്ങനെയാണ്, അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ നിങ്ങളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സങ്കീർണമായ പ്രശ്നം അതിരൂക്ഷമായ ഒരു വിപത്തായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമായിരുന്നു. അള്ളാഹു ഇത് സംബന്ധമായ വിധി നൽകിക്കൊണ്ട് നിങ്ങളോട് വലിയ ഉദാരതയും കാരുണ്യവും കാണിക്കുകയും നിങ്ങളുടെ തൗബ സ്വീകരിക്കുകയും നിങ്ങൾക്ക് യുക്തിഭദ്രമായ ഒരു നടപടിയിലൂടെ നിങ്ങളുടെ സഹായത്തിന് എത്തുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പൊ 5 ആയത്തുകളാണ് ഞാൻ അതിന്റെ പ്രാഥമികമായ ആശയം നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവച്ചിട്ടുള്ളത്. സൂറത്ത് നൂറിലെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകൾ. ഇതില് അടങ്ങിയിരിക്കുന്ന വിധി തീർപ്പുകള്, അതിന്റെ പ്രാഥമികമായ ആശയം ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുക. എന്നാൽ ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ വിശദാംശങ്ങള് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ആയത്തുകൾ വ്യക്തമായിട്ട് ഉൾക്കൊള്ളാൻ
സാധിക്കുക. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ അതിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.